മുണ്ടക്കായി ഉരുൾപൊട്ടലിൽ കാണാതായവർക്കായുള്ള തെരച്ചിൽ സൂചിപ്പാറ മേഖലയിൽ ഇന്നും തുടരും. വെള്ളമിറങ്ങിയ മേഖലകൾ കേന്ദ്രീകരിച്ചാണ് വിദഗ്ധ സംഘം പരിശോധന തുടരുക. കഴിഞ്ഞ ദിവസം മൃതദേഹ ഭാഗങ്ങൾ ലഭിച്ച സ്ഥലങ്ങളിൽ കൂടുതൽ സംഘാംഗങ്ങൾ എത്തും. ഓഗസ്റ്റ് 25-ന് നടത്തിയ പ്രത്യേക തെരച്ചിലിൽ കണ്ടെത്തിയ 6 ശരീരഭാഗങ്ങളിൽ 5 എണ്ണം മനുഷ്യരുടേതാണെന്നും തിരിച്ചറിഞ്ഞിരുന്നു. ഇതുവരെ കണ്ടെത്തിയത് 231 മൃതദേഹങ്ങളും 217 ശരീരഭാഗങ്ങളുമാണ്. അനൂപ് KR വയനാട്ടിൽ നിന്നും ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി ഗുഡ് മോർണിംഗ് കേരളത്തിനൊപ്പം ചേരുന്നുണ്ട്. അനൂപ്, ഇപ്പോഴും കൃത്യമായ ഒരു വിവരമില്ലാത്തവരുടെ കണക്ക് അത് 100-നപ്പുറത്തേക്കാണ്. കഴിഞ്ഞ ദിവസവും കൂടുതൽ മനുഷ്യ ശരീരത്തിന്റെ ഭാഗങ്ങൾ, മൃതദേഹ അവശിഷ്ടങ്ങൾ ലഭിക്കുന്ന ഒരു സന്ദർഭമുണ്ടായിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടുതൽ ഊർജിതമായ തെരച്ചിലാണോ ഈ സൂചിപ്പാറ മേഖലകളിൽ ഇന്നും നടക്കുക? തീർച്ചയായും. അതായത് തെരച്ചിലിന് മാറ്റമില്ല, തെരച്ചിൽ തുടരുന്നു. എന്നാൽ നേരത്തെ പറഞ്ഞ സാഹചര്യത്തിൽ ഇന്ന് അല്പം മാറ്റമുണ്ട്. ഇന്ന് രാവിലെ തന്നെ പ്രദേശത്ത് ശക്തമായ മഴ പെയ്യുകയാണ്. അതുകൊണ്ട് തന്നെ ഈ ആണ്ടിക്കാപ്പ് സൂചിപ്പാറ മേഖലകളിലെ തെരച്ചിൽ ദുഷ്കരമാണ്. അവിടേക്ക് ഇന്ന് രക്ഷാപ്രവർത്തകർക്ക് എത്താൻ പറ്റാത്തൊരു സാഹചര്യമുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നാം അത് കണ്ടതാണ്. ആ മേഖലകളിലേക്ക് എത്തിച്ചേരാനുള്ള ബുദ്ധിമുട്ട് കനത്ത മഴയും മൂടമഞ്ഞും സൃഷ്ടിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ മേഖലകളിൽ തെരച്ചിൽ ഈ വിധത്തിൽ അല്പം ബുദ്ധിമുട്ട് നേരിടുകയാണ്. അതുകൊണ്ട് തന്നെ അല്പസമയത്തിന് ശേഷമായിരിക്കും ഇന്നത്തെ തിരച്ചിൽ ആ ഭാഗങ്ങളിൽ പുനരാരംഭിക്കുക. പ്രത്യേകിച്ച് ഈ സൂചിപ്പാറ മേഖലയിൽ നിന്ന് ആനക്കാപ്പ് വരെ ഉള്ള ആ മേഖലകളിലായിരുന്നു തെരച്ചിൽ നടത്താനുള്ളൊരു തീരുമാനമുണ്ടായിരുന്നത്. അതിന്റെ അടിസ്ഥാനം കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ മേഖലകളിൽ നിന്ന് ശരീരഭാഗങ്ങൾ കണ്ടെത്തിയിരുന്നു എന്നുള്ളതാണ്. 6 ഭാഗങ്ങൾ കണ്ടെത്തിയതിൽ 5 മനുഷ്യ ശരീരങ്ങളുടേതാണ് എന്ന് കണ്ടെത്താൻ പോസ്റ്റ്മോർട്ടത്തിലൂടെ സാധിച്ചു. അതുകൊണ്ടാണ് ഈ മേഖലകൾ കേന്ദ്രീകരിച്ച് വീണ്ടും തെരച്ചിൽ നടത്താനുള്ള തീരുമാനം, തുടർ ദിവസങ്ങളിൽ അത്തരത്തിൽ തെരച്ചിൽ നടത്താനുള്ള തീരുമാനമുണ്ടായത്. എന്നാൽ ഈ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരു പ്രതികൂല കാലാവസ്ഥ ഏതായാലും ഈ തെരച്ചിൽ പ്രവർത്തനങ്ങൾക്കൊരു തടസ്സം സൃഷ്ടിക്കുന്നുണ്ട്. അല്പസമയത്തിനകം ആ മേഖലയിൽ തെരച്ചിൽ പുനരാരംഭിക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഏതായാലും NDRFന്റെയും അതുപോലെ തന്നെ വനവകുപ്പിന്റെയും പ്രദേശത്തെ നാട്ടുകാരുടെയും എല്ലാം സഹകരണത്തോടു കൂടിയാണ് ആ മേഖലകളിൽ തെരച്ചിൽ നടത്തുന്നത്. NDRF ഇവിടെ തുടരുകയാണ്. NDRFന്റെ ഒരു ടീം ഈ തെരച്ചിലിന് വേണ്ടി മാത്രമായി ഈ മേഖലയിൽ തുടരുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അതാണ് ഈ തെരച്ചിലുമായി ബന്ധപ്പെട്ടുള്ള കാര്യം. കൂടുതൽ പേരെ തിരിച്ചറിയപ്പെടാത്ത അല്ലെങ്കിൽ മൃതദേഹങ്ങൾ ലഭിച്ച കൂടുതൽ പേരെ തിരിച്ചറിയുന്നു എന്നുള്ളതാണ് ഒരു പ്രത്യേകത. അത് ഈ ദിവസങ്ങളിലൊരു പ്രത്യേകത. DNA പരിശോധന ഫലങ്ങൾ കൂടുതലായി എത്തിത്തുടങ്ങുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അത് തുടർന്ന് 30 പേരെ കൂടി കഴിഞ്ഞ ദിവസം തിരിച്ചറിയുന്ന ഒരു സാഹചര്യമുണ്ട്. അത് ഈ തിരിച്ചറിയാത്തവരുടെ മൃതദേഹം ഈ പുത്തുമലയിലാണ് സംസ്കരിച്ചിരിക്കുന്നത്. അവിടേക്ക് ബന്ധുക്കളെല്ലാം ഈ തിരിച്ചറിയുന്നതിന്റെ അടിസ്ഥാനത്തിൽ അവിടേക്ക് ബന്ധുക്കളെല്ലാം എത്തുന്നൊരു സാഹചര്യമെല്ലാം ഉണ്ട്. ഏതായാലും DNA പരിശോധനാ ഫലങ്ങൾ കൂടുതലായി ഇന്നും വരും. കൂടുതൽ പേരെ തിരിച്ചറിയാനാവുമെന്നാണ് ജില്ലാ ഭരണകൂടം പ്രതീക്ഷിക്കുന്നത്. മഴയുടെ ഒരു സാഹചര്യം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ മേഖലകളിൽ തെരച്ചിൽ നടത്തുന്നതിന് ബുദ്ധിമുട്ട് സൃഷ്ടിക്കുമ്പോഴും ഈ ചൂരൽമല അതുപോലെയുള്ള പ്രദേശങ്ങളിൽ അതുപോലെ തന്നെ ആ സ്ഥലങ്ങളിൽ നേരത്തെ തുടർന്നു വന്ന തെരച്ചിൽ യഥാക്രമം അല്ലെങ്കിൽ ആ രീതിയിൽ തന്നെ തുടരുകയും ചെയ്യും. പുഞ്ചിരിമറ്റം മുതൽ ചൂരൽമല വരെയുള്ള ഈ ഭാഗങ്ങളിൽ എന്നുള്ളതാണ് ഈ തെരച്ചിലുമായിട്ട് ബന്ധപ്പെട്ടുള്ള വയനാട്ടിൽ നിന്ന് മുണ്ടക്കൈ ഉരുൾപൊട്ടലിനെ തുടർന്നുണ്ടായിട്ടുള്ള ഈ കാണാതായവരുമായി ബന്ധപ്പെട്ട തിരച്ചിൽ സംബന്ധിച്ച് ഇന്ന് പ്രധാനമായും സൂചിപ്പിക്കാനുള്ളത്. അനൂപ്, ഒപ്പം തന്നെ നമ്മൾ പുനരധിവാസം അതോടൊപ്പം സ്കൂളുകൾ തുറന്നൊരു പശ്ചാത്തലത്തിൽ അവിടെ വിദ്യാർത്ഥികൾ തിരികെ എത്തിയ ഒരു സാഹചര്യമൊക്കെയും നോക്കിക്കാണണം. വളരെ ഊർജിതമായ പുനരധിവാസ നടപടികളാണ് ഇതുവരെ നടന്നത്. അതിനിയൊരു താൽക്കാലിക പുനരധിവാസത്തിനപ്പുറത്തേക്ക് ലോകോത്തര മാതൃകയിലുള്ളൊരു സ്ഥിര പുനരധിവാസം എന്ന ലക്ഷ്യത്തിൽ ഊന്നിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. ഇപ്പോഴത്തെ ആ നിലയ്ക്കുള്ള ഒരു സാഹചര്യത്തെ നമ്മൾ എങ്ങനെ വിലയിരുത്തേണ്ടി വരും? ഒപ്പം ഈ സ്കൂളുകളിലേക്കൊക്കെയും കുഞ്ഞുങ്ങൾ ക്യാമ്പിൽ നിന്ന് ഉൾപ്പെടെ എത്തുന്ന കുഞ്ഞുങ്ങൾ ഉണ്ട്. അവരുടെയൊക്കെയും ഒരു സ്ഥിതി എന്താണ്? ഒരു ബാക്ക് ടു നോർമൽ എന്നൊരു സന്ദർഭത്തിലേക്കൊന്നും ഉടനെ ഈ കുട്ടികളോ അല്ലെങ്കിൽ ഈ അധ്യാപകരോ ഒന്നും എത്തില്ല എന്ന് നമുക്കറിയാം. പക്ഷേ കൃത്യമായ ഒരു മാനസിക പിന്തുണയോ അടക്കം അവർക്ക് നൽകിക്കൊണ്ടുള്ള ഒരു അധ്യയന രീതിയല്ലേ ഇപ്പോൾ തുടരുന്നത്? തീർച്ചയായും നമുക്കറിയാം, ഒരു മാസം പിന്നിടുകയാണ്. ബുധനാഴ്ച ആകുമ്പോഴേക്കും ഒരു മാസം പിന്നിടുകയാണ് മുണ്ടക്കൈ ദുരന്തത്തിന് ശേഷം ദുരന്തം കഴിഞ്ഞിട്ട്. ഒരു മാസത്തിനുള്ളിൽ തന്നെ ഈ താൽക്കാലിക പുനരധിവാസം പൂർത്തീകരിക്കാൻ ഭരണകൂട സംവിധാനങ്ങൾക്കായി എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. എല്ലാവരും അവർക്കായി കണ്ടെത്തിയ വാടക വീടുകളിൽ മെച്ചപ്പെട്ട സൗകര്യങ്ങളിൽ ഇതിനുശേഷം അവർ പുനരധിവസിപ്പിക്കപ്പെട്ട് കഴിഞ്ഞു. ഏതാണ്ട് ഒരു മാസത്തിനുള്ളിൽ തന്നെ എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ മേപ്പാടി പ്രധാന ദുരിതാശ്വാസ ക്യാമ്പായി പ്രവർത്തിച്ച മേപ്പാടി ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ ഉൾപ്പെടെയുള്ള സ്കൂളുകളെല്ലാം കഴിഞ്ഞ ദിവസം പുനരാരംഭിച്ചത്. അവരുടെ അധ്യയന ദിവസങ്ങളിലേക്ക് മടങ്ങിപ്പോകാൻ അവർക്ക് സാധിച്ചത്. ആ സ്കൂളിൽ നിന്ന് തന്നെ നഷ്ടപ്പെട്ട കുട്ടികളുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം മേപ്പാടി സ്കൂൾ തുറന്നപ്പോൾ +1-ലെയും +2-ലെയുമായി 3 കുട്ടികളാണ് ആ സ്കൂളിൽ നഷ്ടപ്പെട്ടത്. അവരുടെ എല്ലാം വലിയൊരു
വേർപാടിൻ്റെ ഒരു സങ്കടത്തിലാണ് കഴിഞ്ഞ ദിവസം സ്കൂൾ തുറന്നത്. പ്രത്യേക അസംബ്ലിയും അനുശോചന യോഗത്തിന് ശേഷമാണ് വിദ്യാർത്ഥികൾ ക്ലാസ് മുറികളിലേക്ക് എത്തിയത്. അവിടെയെല്ലാം വലിയൊരു സങ്കടത്തിൻ്റെ പശ്ചാത്തലമായിരുന്നു ഉണ്ടായിരുന്നത്. ഏതായാലും അതെല്ലാം മറികടന്ന് ഈ വിധത്തിൽ പുനരുജ്ജീവനത്തിന് അല്ലെങ്കിൽ അതിജീവനത്തിൻ്റെ ഒരു ഘട്ടം പിന്നിടുകയാണ് എന്ന് നമുക്ക് അവിടുത്തെ കാഴ്ചയിൽ നിന്ന് മനസ്സിലാക്കാം. വളരെ വേദനാകരമാണ് ആ സാഹചര്യമെങ്കിലും. സ്കൂളുകൾ തുറക്കുന്നു എന്നതിൻ്റെ ഒരു പ്രത്യേകത ഇന്ന് മേപ്പാടി അല്ലെങ്കിൽ സെൻറ് ജോസഫ് സ്കൂളെല്ലാം തുറന്നു. അത് അവരുടെ അധ്യയന ദിവസങ്ങളിലേക്ക് മടങ്ങിപ്പോയി. ഇനി ഇവിടങ്ങളിലേക്ക് പ്രധാനമായും എത്താനുള്ളത് ഇവരെ ഈ മേഖലയിൽ തകർന്ന സ്കൂളിൽ നിന്നുള്ള കുട്ടികളെ ഇവിടേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. മേപ്പാടി സ്കൂളാണ് പ്രധാനമായി അതിന് തിരഞ്ഞെടുത്തത്. മേപ്പാടി മുണ്ടക്കെ LP സ്കൂൾ, ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ മേപ്പാടിയുടെ തൊട്ട് മുന്നിലെ APJ ഹാളിലാണ് പ്രവർത്തിക്കുക. വെള്ളാറമല സ്കൂൾ പ്രവർത്തിക്കുക മേപ്പാടി ഹയർ സെക്കൻഡറി സ്കൂളിലും ഹൈസ്കൂളിലും ഒക്കെയാണ്. അവിടങ്ങളിലെല്ലാം പശ്ചാത്തല സൗകര്യം ഒരുക്കേണ്ടതുണ്ട്, അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കേണ്ടത്. അതെല്ലാം ആ ഘട്ടത്തിൽ പൂർത്തീകരിച്ച് വരികയാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസമെല്ലാം അവിടെ വലിയ രീതിയിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് കുട്ടികളെ കൂടുതൽ ക്ലാസ് മുറികളും മറ്റും കുട്ടികൾക്കായി ഒരുക്കേണ്ട ഒരു സാഹചര്യത്തിൽ അവിടെ നടന്നു വരികയാണ്. അത് കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് തുടരുകയാണ്. ഏതായാലും 2-ാം തീയതി ഒരു വിപുലമായ പ്രവേശനോത്സവം, ഇവർക്ക് മാനസിക പിന്തുണയും അവർക്ക് ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും ഏർപ്പെടുത്തി ഒരു പ്രവേശനോത്സവം സംഘടിപ്പിക്കപ്പെടുകയാണ്. വിദ്യാഭ്യാസ മന്ത്രി തന്നെ ജില്ലയിലെത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ആ മേഖലയിൽ നിന്നുള്ള കുട്ടികൾ ഇവിടേക്ക് എത്തുമ്പോൾ അവർക്ക് ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ അവർക്ക് മാനസികമായി അവർക്ക് വലിയ ദുരന്തം നേരിട്ട് അനുഭവിച്ചതാണ്. അതിൻ്റെ നഷ്ടങ്ങൾ, അതിൻ്റെ നഷ്ടങ്ങൾ അനുഭവിച്ചതാണ്. അവർക്ക് വലിയ മാനസിക പ്രയാസമുണ്ട്. അവിടെ നിന്ന് മറ്റൊരു സ്കൂളിലേക്ക് അവർ വരുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അതെല്ലാം പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള വലിയൊരു ശ്രമം രീതി നടക്കുന്നു. ഇപ്പോൾ കഴിഞ്ഞ ദിവസം വൈകിട്ട് തന്നെ വിദ്യാഭ്യാസ വകുപ്പ് ഇതിനു വേണ്ടി മാത്രം ഒരു യോഗം ചേർന്നു. പ്രദേശത്തുകാരെയും നാട്ടുകാരെയും അതോടൊപ്പം രക്ഷിതാക്കളെയും വിദ്യാർത്ഥികളെയും എല്ലാം ഉൾപ്പെടുത്തിയാണ് ആ യോഗം നടന്നത്. അതിൽ അവരുടെ നിർദ്ദേശങ്ങൾ പ്രകാരം അവർക്ക് എന്താണ് പറയാനുള്ളതെന്ന് കേട്ടാണ് അതിൽ ഒരു നടപടി സ്വീകരിക്കുന്നത്. അപ്പോൾ അതിൽ പ്രധാനമായി ഉയർന്നു വന്ന കാര്യം, ആ മേഖലയിൽ നിന്ന് മറ്റ് സ്ഥലങ്ങളിലെല്ലാമാണ് കുട്ടികളുള്ളത്. മേപ്പാടി, അതോടൊപ്പം വൈത്തിരി, മുപ്പൈനാട്, കൽപ്പറ്റ നഗരസഭ തുടങ്ങി ഉള്ള തദ്ദേശ സ്ഥാപനങ്ങളിലെ വിവിധ സ്ഥലങ്ങളിലാണ് അവർക്ക് വാടക വീടും മറ്റും ഒരുക്കി കൊടുത്തത്. ഇതിന് തൊട്ട് സമീപത്തെ തദ്ദേശ സ്ഥാപനങ്ങൾ. എങ്കിലും അവർക്ക് ഈ മേപ്പാടി സ്കൂളിലേക്ക് എത്താൻ യാത്രാ സൗകര്യവും മറ്റും ഒരുക്കേണ്ടതുണ്ട്. അതിനുള്ള സംവിധാനങ്ങൾ നേരത്തെ തന്നെ ആലോചിക്കുകയും തീരുമാനിക്കുകയും ചെയ്തതാണ്. കുട്ടികൾക്ക് പ്രത്യേക പാസ്, പ്രത്യേക ബസ് തുടങ്ങിയ സംവിധാനങ്ങളെല്ലാം ഏർപ്പെടുത്തും. അവർക്ക് ഏതെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതെല്ലാം പരിഹരിച്ചുകൊണ്ടായിരിക്കും ഈ കുട്ടികളെ മേപ്പാടി സ്കൂളിലേക്ക് എത്തിക്കുക. ഏതായാലും ഒരു അതിജീവനത്തിൻ്റെ ഒരു ഏറ്റവും ആദ്യഘട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ആ വിധത്തിൽ പൂർത്തിയായിട്ടുണ്ട്. കുട്ടികളെ മുഴുവൻ മേപ്പാടി സ്കൂളിലേക്ക് എത്തിച്ച് അവിടെ അധ്യയനം നൽകുന്ന നടപടികളാണ് പുരോഗമിക്കുന്നത്. ഏതായാലും സെപ്റ്റംബർ 2-ന് ഒരു പ്രവേശനോത്സവം തന്നെ അതിനായി സംഘടിപ്പിക്കപ്പെട്ടിരിക്കുകയാണ്.